മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പ്രതാപനെ സംബന്ധിച്ചാണെങ്കിൽ മുമ്പത്തെ തൻ്റെ മിത്രങ്ങൾ ഇപ്പോൾ ശത്രുക്കളും, മുമ്പത്തെ ശത്രുക്കൾ ഇപ്പോഴത്തെ മിത്രങ്ങളും എന്ന അവസ്ഥയിലാണ്. മോഹിനിയെയും അതുപോലെ കണ്ണനെയും മുമ്പ് ആരെയൊക്കെ വെറുത്തിട്ടുണ്ടോ അവരൊക്കെ ഇപ്പോൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആ ഒരവസ്ഥയിലേക്ക് കിളി പോയിരിക്കുവാണ്. എന്നാൽ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടറിയാം. പണ്ട് നടന്നതും ഇപ്പോൾ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതും എന്തു തന്നെ കാര്യങ്ങളായാലും ചോദിച്ചു കഴിഞ്ഞാൽ മണിയായിട്ട് സംസാരിക്കുന്നത് കൊണ്ട് തന്നെ മാനസിക പ്രശ്നമുണ്ടെന്നുള്ള രൂപത്തിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ട് ചെല്ലുമ്പോഴും അവർ തന്നെ ഡൗട്ട് അടിക്കും. എന്ത് പറഞ്ഞാലും പ്രതാപൻ നിർത്താതെ വിശ്വനാഥനെ കൊന്നത് താനാണ്. ആ ഒരു സത്യം എങ്ങനെയെങ്കിലും ഉണ്ണിയോടോ കണ്ണനോടോ ഒക്കെ വിളിച്ചു പറയണം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതിൽ യാതൊരു മാറ്റവും ഇല്ല. സ്വന്തം മകളുടെ ജീവിതം താളം തെറ്റി പോകുമെന്ന് പറഞ്ഞിട്ട് പോലും അതൊന്നും തനിക്ക് അറിയേണ്ട കാര്യമില്ല. പാവം കണ്ണനോടും വിശ്വനാഥനോടും ചെയ്ത ക്രൂരതയ്ക്ക് എനിക്ക് പ്രായശ്ചിത്തം ചെയ്തേ പറ്റൂ. അതിന് ഏറ്റവും നല്ല മാർഗം വിശ്വനാഥൻ്റെ ആഗ്രഹപ്രകാരം കണ്ണൻ എല്ലാ സത്യങ്ങളും അറിയണം, അല്ലെങ്കിൽ അറിയാൻ സമയമായിരിക്കുന്നു എന്നാണ് പ്രതാപൻ പറയുന്നത്. ഇത് വല്ലാത്ത വിനയിലേക്ക് കാര്യങ്ങൾ അവസാനിക്കും എന്ന് മനസ്സിലാക്കിയ കരുണയാണെങ്കിൽ അച്ഛനെ എങ്ങനെയെങ്കിലും ഒതുക്കാനോ അല്ലെങ്കിൽ ഒന്നീ പൂജ അല്ലെങ്കിൽ അച്ഛനെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കാണാൻ കൊണ്ടുപോവുക, അങ്ങനെ എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ട് കരുണാലയത്തിലേക്ക് വരുന്നുണ്ട്. പല തവണയായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് കൂടെ വരാൻ ഉണ്ണിയും അതുപോലെ ദുർഗയും ശ്രമിക്കുന്നെങ്കിലും കരുണ ഒഴിഞ്ഞു മാറുന്നതിൽ നിന്ന് തന്നെ ഉണ്ണിക്ക് ചില സംശയങ്ങൾ ഉറപ്പാകുന്നു. ഇനി തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണക്കാരൻ പ്രതാപനെങ്ങാണായിരിക്കുമോ, അത് ഞാൻ അറിയുമെന്ന് പറഞ്ഞുകൊണ്ടാണോ കരുണ ഇങ്ങനെ എന്നെ ഒഴിവാക്കുന്നത് എന്നുള്ള ഡൗട്ട് ശക്തമായിട്ടും വരുന്നു. കരുണയാണെങ്കിൽ വീട്ടിൽ വന്ന് അച്ഛനെ കാണുന്ന സമയം ഞെട്ടിപ്പോകുന്നു. മോഹിനിയമ്മയോട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്ന പ്രതാപനെ കണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് കണ്ട് മുത്തശ്ശിയോട് കരുണ ചോദിക്കുന്നുണ്ട്, അച്ഛനിതെന്ത് പറ്റി, അമ്മയോട് ഇത്രയും സ്നേഹം? അതാ മോളെ, മുമ്പത്തെ അവൻ്റെ ശത്രുക്കളല്ല ഇപ്പോൾ അവൻ്റെ മിത്രങ്ങളാ. മുമ്പ് അവൻ ജീവന് തുല്യം സ്നേഹിച്ചവരെ കാണുമ്പോൾ അവന് അനിഷ്ടോ, എന്നെ കാണുന്നത് തീരെ ഇഷ്ടമല്ല. ഞാൻ അവനെ എന്തെങ്ങാണ്ട് ചെയ്തതുപോലെ അവൻ്റെ പെരുമാറ്റം. ഇത്രയും ദിവസം വയ്യാതെ ഹോസ്പിറ്റലിൽ കടന്നിട്ട് അവൻ്റെ വട്ട് കണ്ട എന്നോട് അവന് ദേഷ്യം. മോഹിനി വന്നില്ല എന്നുള്ള രൂപത്തിൽ പറഞ്ഞപ്പോഴത്തേക്കും അവളെ ന്യായീകരിക്കുന്നതൊന്ന് കേൾക്കണമായിരുന്നു മോളെ. എന്തായാലും അച്ഛൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും മുത്തശ്ശി ഒന്ന് പറ, സത്യങ്ങളൊന്നും വിളിച്ചു പറയരുത്, അത് നമുക്ക് തന്നെ വിനയുണ്ടാക്കുമെന്ന്. അച്ഛൻ കൊന്ന ആളുടെ മകനെ ഞാൻ വിവാഹം കഴിച്ചത്, പിന്നെ എന്തിനാ അച്ഛൻ എന്നെ അങ്ങോട്ടേക്ക് കല്യാണം കഴിപ്പിച്ചു വിട്ടത്? അത് തന്നെയാണ് മോളെ ഞാനും എപ്പോഴും ചോദിക്കുന്നത്. എന്ത് ചെയ്യാനാ, അവൻ എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്, എല്ലാം മണി പോലെ പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ വട്ട് വർത്താനത്തിന് യാതൊരു കുറവുമില്ല. കണ്ണനെ കണ്ട് സത്യം പറഞ്ഞേ പറ്റൂ. മോഹിനിയെങ്കിലും കണ്ണനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മ വിളിക്കുമോ? എങ്ങനെ? നിൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതം തകരുമെന്ന് മോഹിനിക്ക് അറിഞ്ഞൂടെ? അതുകൊണ്ട് മോഹിനിയായിട്ട് ഇതൊന്നും വിളിച്ചു പറയില്ല. അതേസമയം കണ്ണനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. 7ാം മാസമായി, കുഞ്ഞിൻ്റെ അനക്കമൊക്കെ മനസ്സിലാകാൻ തുടങ്ങുന്നു. അതിൻ്റെ ഒരു സന്തോഷത്തിലും ത്രില്ലുമാണ്. മഹിയുടെ വയറ്റിലേക്ക് തല ചായച്ച് കുഞ്ഞിനോട് സംസാരിക്കുന്ന കണ്ണനെ കണ്ട് മഹിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. ഓഫീസിലേക്ക് താനും വരട്ടെ എന്ന് പറയുമ്പോൾ തൽക്കാലം വേണ്ട, താൻ റെസ്റ്റ് എടുക്കും എന്ന് പറയുന്ന കണ്ണനോട് മഹി പറയുന്നുണ്ട്, എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ബോറടിക്കും കണ്ണേട്ടാ, അതുകൊണ്ട് ഞാൻ എന്തായാലും ഇന്ന് ഫിനാൻസിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ മഹിയും വരുന്നു. അതേസമയം ഓഫീസിലെത്തിയ കണ്ണനെയാണെങ്കിൽ പ്രതാപൻ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്കും കണ്ണനാണെങ്കിൽ ഫോൺ എടുക്കുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്താ എന്നോട് സംസാരിക്കാനുള്ളത്? താൻ പല തവണയായി എന്നെ വിളിക്കുന്നു, പക്ഷെ കാര്യം പറയുന്നതിന് മുമ്പിട്ട് ആരെങ്കിലും വന്ന് ഫോൺ തട്ടിപ്പറിക്കുന്നു. അത് ഇവരെല്ലാം കൂടി ചേർന്ന് ഞാൻ നിന്നോട് സത്യം പറയാതിരിക്കാൻ ശ്രമിക്കുന്നതാ കണ്ണ. എനിക്ക് നിന്നോടൊരു സത്യം പറയണം. എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കരുണയും മുത്തശ്ശി അത് കണ്ടുകൊണ്ട് വരുന്നുണ്ട്. പെട്ടെന്ന് കരുണയാണെങ്കിൽ ദേഷ്യത്തോടെ വന്ന് ഫോൺ തട്ടിപ്പറിക്കുന്നു. ഇനി കണ്ണനോട് സത്യം പറഞ്ഞോ എന്ന് മുത്തശ്ശിയാണെങ്കിൽ കരുണയോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ തക്ക സമയത്ത് കണ്ടതുകൊണ്ട് പറഞ്ഞിട്ടില്ല. ഇനി അച്ഛൻ ഇതേ കണക്ക് ഫോണെടുത്ത് കണ്ണേട്ടനെങ്ങാനും വിളിച്ച് പറഞ്ഞാൽ അതോടെ എല്ലാ പ്ലാനും പൊളിയും. അങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുവാണ് കരുണയും മുത്തശ്ശിയും. തൽക്കാലം കണ്ണൻ ഇതുവരെ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. എന്തായാലും പ്രതാപൻ എന്തോ വലിയ ഞെട്ടിക്കുന്ന സത്യം തന്നോട് പറയാനുണ്ട്. അത് തൻ്റെ അച്ഛൻ്റെ മരണകാരണത്തെക്കുറിച്ചെങ്ങാണോ എന്നുള്ള കാര്യത്തിൽ കണ്ണന് ഡൗട്ട് കൂടി വരുന്നു. പല തവണയായി പ്രതാപൻ രഹസ്യമായിട്ട് തന്നെ വിളിക്കുന്നു. ആരൊക്കെയോ ചേർന്ന് മനഃപൂർവ്വം പ്രതാപനെ അതിൽ നിന്നും വിലക്കുന്നു. അതും കൂടി ആയപ്പോഴത്തേക്കും ഉറപ്പാകുന്നു. നേരെ കണ്ണനാണെങ്കിൽ മഹിയുടെ ക്യാബിനിലേക്ക് പോയിട്ട് തന്നെ ഇപ്പോഴും പ്രതാപൻ വിളിച്ചു, എന്തോ ഒരു രഹസ്യം തന്നോട് പറയാനുണ്ട്, അത് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയതും ആരോ വന്ന് മുന്നത്തെ പോലെ തന്നെ ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചു. എനിക്കത് അറിഞ്ഞേ പറ്റൂ. ഞാൻ ഇന്ന് നേരെ കരുണാലയത്തിലേക്ക് പോകുക എന്ന് പറയുമ്പം, വേണ്ട കണ്ണേട്ട, അയാൾ മാനസികമായിട്ട് താളം തെറ്റി നിൽക്കുന്ന അവസ്ഥയാണ്. ചെന്ന് കഴിഞ്ഞാൽ കണ്ണേട്ടനെ ഉപദ്രവിക്കും.
അയാൾ വയ്യാണ്ട കിടക്കുമല്ലേ. എന്നെ ഇപ്പോൾ പഴയ പോലെ ദേഷ്യമൊന്നുമില്ല. സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ നല്ല സ്നേഹമാണ്. അതുകൊണ്ട് എനിക്ക് എന്തായാലും അദ്ദേഹത്തെ ഒന്ന് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണനാണെങ്കിൽ ഇറങ്ങിപ്പോകുന്ന സമയം ഇന്നത്തോടെ താൻ മറച്ചു വെച്ച രഹസ്യം കണ്ണേട്ടൻ തിരിച്ചറിയുമല്ലോ. മാക്സിമം കണ്ണേട്ടൻ്റെ യാത്ര തടയാൻ നോക്കിയിട്ടും പറ്റുന്നില്ലല്ലോ എന്നൊക്കെയുള്ള വിഷമത്തിൽ മഹി നിൽക്കുന്നു. അപ്പോൾ എന്തായാലും അധികം താമസിക്കാതെ കണ്ണൻ പ്രതാപൻ്റെ വായാൽ ആ സത്യം തിരിച്ചറിയും. മിക്കവാറും ഇതിൻ്റെയൊക്കെ പിന്നിൽ കളിച്ചത് വാമദേവനാണെന്നുള്ള സത്യം ദുർഗയും ഉണ്ണിയും അതുപോലെ കണ്ണനൊന്നും അറിയാൻ സാധ്യതയില്ല. പിന്നെ വാമദേവൻ എല്ലാം കൊണ്ടും രക്ഷപ്പെട്ട് നിൽക്കുന്ന ആ സാഹചര്യത്തിൽ ഇനി കരുണയോ അല്ലെങ്കിൽ മുത്തശ്ശിയോ പ്രതാപനോ കാണും ആ രഹസ്യം പൊട്ടിക്കുമ്പോഴായിരിക്കും വാമദേവനും പിടിമുറുക്കം വീഴുന്നത്. അപ്പോൾ കാത്തിരിക്കാം.